ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസ്സിലെ കെമിസ്ട്രി യൂണിറ്റ് 4 ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങുന്നത്. നമുക്കറിയാം, ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ എന്നുള്ള ചാപ്റ്റർ രണ്ട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ബോണ്ടിങ്, അതായത് കെമിക്കൽ ബോണ്ടിങ്, അതേപോലെ സ്ട്രക്ചർ ഓഫ് മോളിക്യൂൾ അല്ലെങ്കിൽ മോളിക്കുലാർ സ്ട്രക്ചർ. അതിൽ കെമിക്കൽ ബോണ്ട് നമുക്കറിയാം, മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഡിഫറെൻ്റ് എലമെൻറ്റ്സ്. പദാർത്ഥങ്ങളൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള എലമെൻസുകൾ കൂടി ചേർന്നിട്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. എക്സെപ്റ്റ് നോബിൾ ഗ്യാസ് ഡു നോട്ട് എക്സിസ്റ്റ് ആൻ ഇൻഡിപെൻഡൻ്റ് ആറ്റം. നമ്മൾ ഏത് എലമെൻ്റ് എടുക്കുകയാണെങ്കിലും, പീരിയോഡിക് ടേബിളിൽ കൊടുത്തിട്ടുള്ള ഏത് എലമെൻ്റ് എടുക്കുകയാണെങ്കിലും 18ാം ഗ്രൂപ്പ് ഹീലിയത്തിൽ തുടങ്ങി, ഹീലിയം, നിയോൺ, ആർഗൺ, താഴോട്ട് വരുന്ന 18ാം ഗ്രൂപ്പിലെ എലമെൻറ്റ്സ് കഴിച്ച് ബാക്കിയുള്ള എലമെൻറ്റ്സ് ഒക്കെ അറ്റോമിക് സ്റ്റേജിൽ സ്റ്റേബിൾ അല്ല. അത് മോളിക്യൂൾസ് ആയിട്ടാണ്, ഡയറ്റോമിക്കും ട്രയറ്റോമിക് ആയിട്ടുള്ള മോളിക്യൂൾസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ 18ാം ഗ്രൂപ്പ് മാത്രമാണ് നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യും. എന്താണ് കെമിക്കൽ ബോണ്ട്? Chemical bond is the attractive force that holds the different constituents, that may be atoms or ions, together in a chemical species. ഒരു കെമിക്കൽ സ്പീഷീസിൽ ആറ്റംസ് അല്ലെങ്കിൽ അയോൺസിനെ പരസ്പരം ബൈൻഡ് ചെയ്ത് നിർത്തുന്ന, പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്ന, ഹോൾഡ് ചെയ്ത് നിർത്തുന്ന, പിടിച്ചു നിർത്തുന്ന അട്രാക്റ്റീവ് ഫോഴ്സിനെ മുഴുവനും നമുക്ക് കെമിക്കൽ ബോണ്ട് എന്ന് പറയാം. ഈ ബോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട തിയറീസ്, വേരിയസ് തിയറീസ് ഓഫ് കെമിക്കൽ ബോണ്ടിങ്, കെമിക്കൽ ബോണ്ടിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള തിയറീസ് ആണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 4 തിയറീസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ കൊസൽ ലൂയിസ് അപ്രോച്ച്, അതാണ് ഫസ്റ്റ് തിയറി, കൊസൽ ലൂയിസ് അപ്രോച്ച്. അതിന് ഇലക്ട്രോണിക് തിയറി എന്നും പറയാറുണ്ട്. രണ്ടാമത്താണ് VSEPR തിയറി. VSEPR തിയറി എന്ന് പറഞ്ഞാൽ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി എന്നതിൻ്റെ ചുരുക്ക രൂപമാണ് VSEPR തിയറി. മൂന്നാമത്തെ കെമിക്കൽ ബോണ്ടിങ്ങുമായി ബന്ധപ്പെട്ട തിയറിയാണ് VBT അല്ലെങ്കിൽ വാലൻസ് ബോണ്ട് തിയറി. നാലാമത്തെ തിയറി MOT എന്നാണ്, മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. അപ്പോൾ ഇത്രയും 4 തിയറികളാണ് നമുക്ക് കെമിക്കൽ ബോണ്ടിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന വേരിയസ് തിയറീസ് ഓഫ് കെമിക്കൽ ബോണ്ടിങ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ കൊസൽ ലൂയിസ് അപ്രോച്ച്. കൊസൽ ലൂയിസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ 2 സയൻറ്റിസ്റ്റാണ്, കൊസൽ വേറെയാണ്, ലൂയിസ് വേറെയാണ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താണ് നമ്മൾ കൊസൽ ലൂയിസ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ലൂയിസ് അപ്രോച്ച് എന്താണ്? ലൂയിസ് അപ്രോച്ച് നോക്കാം. ലൂയിസ് പിക്ചേർഡ് ദി ആറ്റം ആസ് പോസിറ്റീവ്ലി ചാർജ്ഡ് കേർണൽ, KERNEL, കേർണൽ. ഈ കേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ന്യൂക്ലിയസ് ആൻഡ് ഇന്നർ ഇലക്ട്രോൺ ആൻഡ് ഔട്ടർ ഷെൽ ദാറ്റ് ക്യാൻ അക്കോമഡേറ്റ് മാക്സിമം 8 ഇലക്ട്രോൺ. അതാണ് ലൂയിസ് അപ്രോച്ചിൻ്റെ ഒരു ആറ്റവുമായി ബന്ധപ്പെട്ട റെപ്രസെൻറ്റേഷൻ, ലൂയിസ് റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ ലൂയിസ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂയിസ് പിക്ചേർഡ് ദി ആറ്റം. ലൂയിസ് ഒരു ആറ്റത്തെ പിക്ചർ ചെയ്തത് ഒരു കേർണല്, അതിൻ്റെ പുറത്ത് 8 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, ഔട്ടർ ഷെൽ. ഇതാണ് കേർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേർണൽ ഉൾപ്പെടുന്നത് ഒന്ന് അതിൻ്റെ ന്യൂക്ലിയസ്, പിന്നെ വാലൻസ് ഷെൽ അല്ലെങ്കിൽ ഏറ്റവും പുറത്തെ ഷെല്ല്, വാലൻസ് ഷെൽ അല്ലെങ്കിൽ ബാഹ്യതമ ഷെൽ എന്ന് പറയും. ആ വാലൻസ് ഷെല്ല് കഴിച്ച് ബാക്കി ഉള്ളിൽ വരുന്ന ഷെല്ലുകളും അതിലെ ഇലക്ട്രോണുകളും മുഴുവനും ന്യൂക്ലിയസും അദ്ദേഹം കേർണൽ എന്ന് പറഞ്ഞത്, KERNEL എന്നുള്ള വാക്കുകൊണ്ട് റെപ്രസെൻ്റ് ചെയ്ത്. ഏറ്റവും പുറത്തെ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോണിനെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ? 8 ഇലക്ട്രോൺസിനെ മാത്രമേ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതിനെയാണ് അദ്ദേഹം കേർണൽ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ പോയിന്റ്, ലൂയിസ് അസ്യൂംഡ് ദാറ്റ് ദി 8 ഇലക്ട്രോൺസ് ഓക്യുപ്പൈ ദി corners of a cube which is surrounded by kernel.
കേർണൽ എന്താന്ന് നമ്മൾ പറഞ്ഞു. ഈ കേർണലിനെ സറൗണ്ട് ചെയ്ത് ഒരു ക്യൂബ് പോലെയാണുള്ളത്. അതൊരു നമുക്കറിയാം, ഒരു ക്യൂബിന് 8 കോർണറാണ്. ആ 8 കോർണറിലാണ് ഈ ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യുന്നത്. ഈ ക്യൂബിന്റെ 8 കോർണറുകളിലാണ് ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ലൂയിസിന്റെ അപ്രോച്ച്. ഇൻ നോബിൾ ഗ്യാസ് the 8 corners are occupied by electrons. This octet of electrons shows the stable arrangement. ഇപ്പോൾ നോബിൾ ഗ്യാസസ് എടുക്കുമ്പോൾ, നമ്മൾ നോബിൾ ഗ്യാസസ് എടുക്കുമ്പോൾ പിന്നെ ഹീലിയം കഴിച്ച് ബാക്കിയുള്ള ഏത് എലമെന്റ് എടുക്കുകയാണെങ്കിലും അതിൻ്റെ വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണിൻ്റെ എണ്ണം 8 ആണ്. അത് സ്റ്റേബിളുമാണ്. നോബിൾ ഗ്യാസസ് സ്റ്റേബിളുമാണ്. അങ്ങനെ സ്റ്റേബിൾ ആവാനുള്ള കാരണം ഈ കേർണലിൻ്റെ പുറത്തുള്ള ക്യൂബിൽ 8 ഇലക്ട്രോൺസ് ക്യൂബിൻ്റെ 8 കോർണേഴ്സും ഫില്ലായി നിൽക്കുന്നത് കൊണ്ടാണ് ആ നോബിൾ ഗ്യാസസ് സ്റ്റേബിൾ ആവാനുള്ള കാരണം. ആറ്റംസ് അച്ചീവ് സ്റ്റേബിൾ ഒക്ടറ്റ് ആൻഡ് ദേ ആർ ലിങ്ക്ഡ് ബൈ കെമിക്കൽ ബോണ്ട്. അങ്ങനെ ഈ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഈ 8 കോർണറും എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നത്? ലിങ്ക്ഡ് ബൈ കെമിക്കൽ ബോണ്ട്സ്. മറ്റ് ആറ്റങ്ങളുമായിട്ട് കെമിക്കൽ ബോണ്ടിലൂടെ ലിങ്ക് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ബോണ്ട് ഫോം ചെയ്തിട്ടാണ് ആ 8 ഇലക്ട്രോൺ അല്ലെങ്കിൽ ആ ക്യൂബിൻ്റെ 8 കോർണറും ഫില്ലായി സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് എത്തുന്നത്. Atoms attain stability by sharing or by transfer of electron and also get octet. അപ്പോൾ ആറ്റംസ് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കേർണലിന് പുറത്തുള്ള ക്യൂബിൻ്റെ 8 മൂലകളും ഇലക്ട്രോൺ കൊണ്ട് ഫില്ല് ചെയ്യുന്നത് ഒന്നുകിൽ പരസ്പരം ഇലക്ട്രോണുകൾ ഷെയർ ചെയ്തിട്ടാവാം, പങ്കുവെച്ചിട്ടാവാം, അല്ലെങ്കിൽ ബൈ ട്രാൻസ്ഫർ ആവാം, കൈമാറ്റം ചെയ്തിട്ടാവാം. ഇലക്ട്രോണുകൾ പരസ്പരം ഒരു ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ വേറൊന്നിന് കൊടുക്കുന്നതോടുകൂടി നഷ്ടപ്പെടുന്നതിനും വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവുകയും കിട്ടുന്നതിന് വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആവുകയും ചെയ്യാം. ഇത്രയാണ് ലൂയിസ് അപ്രോച്ചിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് അടുത്ത് ലൂയിസ് സിമ്പിൾസ് ആണ്. എഴുതുമ്പോൾ ലെവിസ് സിമ്പിൾസ് എന്നാണെങ്കിലും ലൂയിസ് സിമ്പിൾസ്. വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ ഷെൽ വിച്ച് ഓൺലി ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ കോമ്പിനേഷൻ. ലൂയിസ് പറഞ്ഞ മറ്റൊരു കാര്യമാണ് വാലൻസ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാഹ്യതമ ഇലക്ട്രോൺസ്. അത് മാത്രമേ എന്തിൽ പങ്കെടുക്കുള്ളൂ? ബോണ്ടിങ്ങിൽ പങ്കെടുക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കെമിക്കൽ ബോണ്ടിനെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ വാലൻസ് ഇലക്ട്രോണിനെ മാത്രമേ സൂചിപ്പിക്കേണ്ടതുള്ളൂ. അപ്പോൾ അതിന് താഴെ നമ്മൾ മൂന്ന് ആറ്റങ്ങളുടെ സിമ്പൽ കൊടുത്തിട്ടുണ്ട്. ഈ 3 ആറ്റങ്ങളുടെ സിമ്പലിൽ നോക്കുക. ഒന്ന് ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ നമുക്കറിയാം. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം അറ്റോമിക് നമ്പർ 3 ആവുമ്പോൾ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1s2 2s1 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോണും ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണും. അപ്പോൾ ഇവിടെ നമ്മൾ ലിഥിയം എന്നുള്ള Li കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു ആറ്റത്തിൻ്റെ സിമ്പൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് കേർണലിനെയാണ്. ലിഥിയത്തിൻ്റെ കേർണൽ Li എന്ന് എഴുതി കഴിഞ്ഞാൽ, ലൂയിസ് സിമ്പലിൽ Li എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തിനൊക്കെ റെപ്രസെൻ്റ് ചെയ്തു? ലിഥിയത്തിൻ്റെ ന്യൂക്ലിയസ് ഉൾപ്പെട്ടു, ഒന്നാമത്തെ ഷെല്ല് ഉൾപ്പെട്ടു. പിന്നെ ബാക്കിയുള്ള വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ മാത്രമാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് തന്നെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡോട്ടുകൾ ഉപയോഗിച്ചാണ്. 1 ഇലക്ട്രോൺ ആണെങ്കിൽ 1 ഡോട്ട്. ലിഥിയത്തിൽ നോക്കുക, ലിഥിയത്തിൽ 1 ഇലക്ട്രോൺ ആണ്, അപ്പോൾ വാലൻസ് ഷെല്ലിലുള്ളത്, അതുകൊണ്ട് 1 ഡോട്ട്, Li ഡോട്ട്. ഈ നോക്കുക, ബെറിലിയം അടുത്ത അറ്റോമിക് നമ്പർ 4 ആണ്. അപ്പോൾ വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ ആണ്. 2 ഇലക്ട്രോൺ ആകുമ്പോൾ എന്ത് വരും? 2 ഡോട്ട് വരും. ബോറോൺ ആകുമ്പോൾ അറ്റോമിക് നമ്പർ 5 ആണ്. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണും രണ്ടാമത്തെ ഷെല്ലിൽ 3 ഇലക്ട്രോൺ, അപ്പോൾ 3 ഡോട്ട് വരും. ഇങ്ങനെ ഡോട്ട് ഉപയോഗിച്ച് ഈ സ്ട്രക്ചറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതുകൊണ്ട് ഇതിനെ ഡോട്ട് സ്ട്രക്ചർ എന്നും പറയും. ഒന്നുകിൽ ലൂയിസ് സ്ട്രക്ചർ അല്ലെങ്കിൽ ലൂയിസ് സിമ്പിൾ എന്നും, അല്ലെങ്കിൽ ഡോട്ട് സ്ട്രക്ചർ എന്നും ഈ ലൂയിസ് സിമ്പിളിനെ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് ലൂയിസ് സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. ലിഥിയം, ബെറിലിയം, ബോറോൺ 3 എണ്ണത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് സിഗ്നിഫിക്കൻസ് ഓഫ് ലൂയിസ് സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞ ലൂയിസ് സ്ട്രക്ചറിൻ്റെ
സിഗ്നിഫിക്കൻസ് എന്തൊക്കെയാണ് നോക്കുക. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓഫ് ഡോട്ട്സ് റെപ്രസെൻറ്റ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. നമ്മൾ ഡോട്ട്സ് എന്തിനാണ് ഇപ്പോൾ കൊടുത്തത്? ലിഥിയം കൊടുത്ത സമയത്ത് നമ്മൾ സിംഗിൾ ഡോട്ട് കൊടുത്തു. ബെറിലിയം വന്നപ്പോൾ 2 ഡോട്ട് കൊടുത്തു. ബോറോൺ വന്നപ്പോൾ 3 ഡോട്ട് കൊടുത്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഡോട്ട്സ് റെപ്രസെൻറ്റ്സ് ദി നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ. ഡോട്ട്സ് നമ്മൾ കൊടുക്കുന്ന ലൂയിസ് സ്ട്രക്ചറിലെ ഡോട്ട്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. The number of valence electrons helps to calculate the group valence. Number of valence electrons എന്തിനു സഹായിക്കും? Number of valence electrons that helps to calculate the group valence. എന്താണ് ഗ്രൂപ്പ് വാലൻസ്? വാലൻസ് അല്ലെങ്കിൽ വാലൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് സംയോജകത. അപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ സംയോജകത, ഗ്രൂപ്പിൻ്റെ വാലൻസി നമുക്ക് എന്തിൽ നിന്ന് കിട്ടും? നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഡോട്ട്സിൽ നിന്ന് കിട്ടും. അപ്പോൾ എത്ര ഡോട്ട് ഉണ്ടോ അതായിരിക്കും ആ ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് വാലൻസി. എന്താണ് വാലൻസി നോക്കുക, നിങ്ങൾ മൂന്നാമത്തെ ചാപ്റ്ററിലൊക്കെ പഠിക്കുന്നുണ്ട്. ഗ്രൂപ്പ് വാലൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡോട്ട്സ് ഓർ 8 മൈനസ് നമ്പർ ഓഫ് ഡോട്ട്സ്. അപ്പോൾ ഗ്രൂപ്പ് വാലൻസ് എന്തിന് ഈക്വൽ ആണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് ഡോട്ട്സ്. ഒന്നുകിൽ നമ്പർ ഓഫ് ഡോട്ട്സിന് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ 8 മൈനസ് നമ്പർ ഓഫ് ഡോട്ട്സ്. 8ൽ നിന്ന് നമ്പർ ഓഫ് ഡോട്ട്സ് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അവിടെ 4 വരെ ശരിക്കും ഒരു കോമൺ ആയിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ നമ്പർ 4 വരെ അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺ 4 വരെയാണെങ്കിൽ നമ്പർ ഓഫ് ഡോട്ട്സും ഗ്രൂപ്പ് വാലൻസും ഈക്വൽ ആയിരിക്കും. അത് 5 ആകുന്ന സമയത്ത് അവിടെ ഗ്രൂപ്പ് വാലൻസ് 3 ആയിരിക്കും. കാരണം 8 മൈനസ് 5 5 6 7, അതേപോലെ 5 6 7 8 നമ്പർ ഓഫ് ഡോട്ട്സിനെ 8ൽ നിന്ന് നമ്പർ ഓഫ് ഡോട്ട്സ് കുറക്കുന്നതായിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് വാലൻസ് ആയിട്ട്. ഇതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ലൂയിസ് സ്ട്രക്ചർ. അല്ലെങ്കിൽ ലൂയിസ് സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ പറഞ്ഞു കൊസൽ ലൂയിസ് അപ്രോച്ചാണ്. അപ്പോൾ കൊസൽ പോസ്റ്റ്ലേറ്റ്സ്, ഇതുവരെ പറഞ്ഞ ലൂയിസ് അപ്രോച്ചും ലൂയിസ് അപ്രോച്ചിൻ്റെ അടിസ്ഥാനത്തിലുള്ള ലൂയിസ് സിമ്പലുമാണ് പറഞ്ഞത്. അടുത്ത നമ്മൾ കൊസൽ പോസ്റ്റ്ലേറ്റ്സ് ആണ്. കൊസൽ പോസ്റ്റ്ലേറ്റ്സ് പറയുന്നത് അയോൺസിനെ കുറിച്ചും അല്ലെങ്കിൽ അയോണിക് കോമ്പൗണ്ട്സിനെ കുറിച്ചുമാണ്. ഇൻ പീരിയോഡിക് ടേബിൾ ദി ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ഹലജൻ ആൻഡ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് എലമെന്റ്സ് ആർ സെപ്പറേറ്റഡ് ബൈ നോബിൾ ഗ്യാസസ്. പീരിയോഡിക് ടേബിളിൽ നോക്കുക, ഈ പീരിയോഡിക് ടേബിളിൽ നോക്കുക. പീരിയോഡിക് ടേബിളിൽ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഹലജൻ 17ാം ഗ്രൂപ്പിൽ വരുന്ന ഹലജനും, അതേപോലെ ഹലജൻ്റെ പ്രത്യേകത എന്താണ്? ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആണ്. ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള 17ാം ഗ്രൂപ്പിൽ വരുന്ന ഹലജനും 1ാം ഗ്രൂപ്പിൽ വരുന്ന ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള 1ാം ഗ്രൂപ്പിലെ എലമെന്റ്സും ഫസ്റ്റ് ഗ്രൂപ്പിലെ എലമെന്റ്സും സെപ്പറേറ്റ് ചെയ്യുന്നത് നോബിൾ ഗ്യാസ് ഫാമിലി അല്ലെങ്കിൽ 18ാം ഗ്രൂപ്പിന് ഇടയിലാണ്. ആർ സെപ്പറേറ്റഡ് ബൈ നോബിൾ ഗ്യാസസ്. നോക്കുക, 18ാം ഗ്രൂപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ശരിക്കും 1ാം ഗ്രൂപ്പ് വരുന്നത്. കാരണം നിയോൺ അറ്റോമിക് നമ്പർ 10 നിയോൺ, ഫ്ലൂറിന് 17ാം ഗ്രൂപ്പിലുള്ള ഫ്ലൂറിൻ നമ്മൾ 3 എണ്ണാണ് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. ഫ്ലൂറിൻ ഗ്രൂപ്പ് 17, അറ്റോമിക് നമ്പർ 9. ഗ്രൂപ്പ് 18 അറ്റോമിക് നമ്പർ 10 ആയിട്ടുള്ള ഫ്ലൂറിൻ കഴിഞ്ഞ അടുത്തത് നിയോൺ കഴിഞ്ഞ അറ്റോമിക് നമ്പർ 11 വരുന്നത് 1ാം ഗ്രൂപ്പിലാണ് സോഡിയം വരുന്നത്. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 അപ്പോൾ 9, 10, 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 ഫ്ലൂറിൻ 17ാം ഗ്രൂപ്പിൽ, 10 അറ്റോമിക് നമ്പർ നിയോണിൻ്റെ അറ്റോമിക് നമ്പർ 18ാം ഗ്രൂപ്പിൽ, അറ്റോമിക് നമ്പർ 11 ആയിട്ടുള്ള സോഡിയം 1ാം ഗ്രൂപ്പിൽ. അപ്പോൾ ഈ ഹൈലി ഇലക്ട്രോ പോസിറ്റീവ് ആയിട്ടുള്ള എലമെൻസ് ഉള്ള 1ാം ഗ്രൂപ്പും ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള എലമെൻസ് ഉൾപ്പെടുന്ന 17ാം ഗ്രൂപ്പിനെയും സെപ്പറേറ്റ് ചെയ്യുന്നത് 18ാം ഗ്രൂപ്പായിട്ടുള്ള നോബിൾ ഗ്യാസ് ഫാമിലിയാണ് അല്ലെങ്കിൽ 18ാം ഗ്രൂപ്പാണ് ആണ് പറഞ്ഞത്. ദി ഫോർമേഷൻ ഓഫ് നെഗറ്റീവ് അയോൺ ആൻഡ് പോസിറ്റീവ് അയോൺ ബൈ ഗെയിൻ ഓർ ലോസ് ഓഫ് ഇലക്ട്രോൺ. നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ല. പോസിറ്റീവ് അയോൺസ് എപ്പോഴാണ് ഉണ്ടാവുക? ഇലക്ട്രോൺ ലോസ് ചെയ്യുമ്പോഴാണ്, ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുമ്പോഴാണ്. നെഗറ്റീവ് അയോൺ എപ്പോഴാണ് ഉണ്ടാവുക? ഇലക്ട്രോൺസ് ഗെയിൻ ചെയ്യുമ്പോൾ, നേടുമ്പോഴാണ്. അതാണ് പറഞ്ഞത്. പോസിറ്റീവ് അയോൺസ് ആർ ഫോംഡ് ബൈ ദി
loss of electron and negative ions are formed by the gain of electrons. മൂന്നാമത്തെ പോയിന്റ്, the negative and positive ions thus formed attain a stable noble gas configuration. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പിന്നീട് പോകാം. ജസ്റ്റ് ഒന്ന് പറയാമെന്ന് മാത്രം. സോഡിയം അറ്റോമിക് നമ്പർ 11 അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആവും. എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ 10 ഉള്ള നിയോണിന്റെ കോൺഫിഗറേഷൻ ആവും. 11 ഉള്ളതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ, സോഡിയം 11 ഒരു ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ പിന്നെ 10 ഇലക്ട്രോണേ ഉള്ളൂ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുമ്പോൾ നിയോണിന്റെ കോൺഫിഗറേഷനായി. അതേപോലെ ഫ്ലൂറിൻ ഒരു അറ്റോമിക് നമ്പർ 9 ഒരു ഇലക്ട്രോൺ സ്വീകരിച്ചു കഴിഞ്ഞാൽ, അതായത് 9ലേക്ക് ഒന്നും കൂടി ഒരു ഇലക്ട്രോൺ സ്വീകരിച്ച് F- ഫ്ലൂറൈഡ് അയോൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ കോൺഫിഗറേഷൻ, അതിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം എന്തിന് ഈക്വലായി? നിയോണിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണത്തിന് ഈക്വലായി. അതാണ് ഇവിടെ പറഞ്ഞത്. ദി നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് അയോൺസ് ദസ് ഫോംഡ് attain stable noble gas configuration. The negative and positive ions are stabilized by electrostatic attraction. എന്താ പറയുക, ഈ ഒരു നെഗറ്റീവ് അയോണും ഒരു പോസിറ്റീവ് അയോണും ഉണ്ടായി കഴിഞ്ഞാൽ ആ നെഗറ്റീവ് അയോണും പോസിറ്റീവ് അയോണും സ്റ്റെബിലൈസ് ചെയ്യുന്നത് അത് തമ്മിലുള്ള ഓപ്പോസിറ്റ് ചാർജുകളാണ്. അത് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ വഴിയാണത് സ്റ്റെബിലൈസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കൊസൽ പോസ്ലേറ്റിൽ വരുന്നത്. നമുക്ക് അതിനിപ്പോൾ നമ്മൾ പറഞ്ഞ കൊസൽ പോസ്ലേറ്റിന് എക്സാമ്പിളാണ് ഈ കൊടുത്തിട്ടുള്ളത്. നമുക്ക് സോഡിയം ക്ലോറൈഡ് NaCl, നമുക്ക് നല്ല പരിചയമുള്ള, ചെറിയ ക്ലാസ് മുതൽ പഠിച്ചത് തന്നെയാണ് സോഡിയം ക്ലോറൈഡ്. സോഡിയം എന്ത് സംഭവിക്കും? 1ാം ഗ്രൂപ്പിലാണ്, അതിൽ ഇലക്ട്രോ പോസിറ്റീവാണ്, എപ്പോഴും ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസിയാണ്. എന്ത് ചെയ്യും? ഒരു ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തും. എന്നിട്ട് എന്തായിട്ട് മാറും? Na+ ആയിട്ട് മാറും. നോക്കുക, അപ്പോൾ പിന്നെ സോഡിയത്തിൻ്റെ നേരെ താഴെ കൊടുത്തിട്ടുള്ള അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് നിയോണിൻ്റെ കോൺഫിഗറേഷൻ +3s1. അപ്പോൾ ഷോർട്ടസ്റ്റ് ഫോമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന ഷോർട്ടസ്റ്റ് ഫോമൊക്കെ 2nd ചാപ്റ്ററിൽ നമ്മൾ അവസാനം പറഞ്ഞിട്ടുണ്ട്. അത് എന്തായിട്ട് മാറും? എന്നിട്ട് അത് Na+ ആവുന്നതോടുകൂടി എന്തായിട്ട് മാറും? അത് നിയോണിൻ്റെ കോൺഫിഗറേഷനായിട്ട് മാറും. അതാണ് കൊസൽ പറഞ്ഞത്. നിയോണിൻ്റെ അതായത് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനായിട്ട് മാറും. അടുത്ത ക്ലോറിൻ എന്ത് സംഭവിക്കും? ഒരു ഇലക്ട്രോൺ സ്വീകരിക്കും, ആക്സെപ്റ്റ് ചെയ്യും. ആ ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നതോടുകൂടി എന്തായിട്ട് മാറും? Cl- ആയിട്ട് മാറും. അപ്പോൾ അവിടെ അറ്റോമിക് നമ്പർ 17 ക്ലോറിൻ. ഇപ്പോൾ നിയോണിൻ്റെ കോൺഫിഗറേഷൻ്റെ കൂടെ എന്തുകൂടി ഉണ്ടാവും? 3s2 3p5 എന്നുള്ള കോൺഫിഗറേഷനാണ് ഉണ്ടാവുക. അതിലേക്ക് ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുന്നതോടുകൂടി അതെന്തായിട്ട് മാറും? ആർഗണിൻ്റെ കോൺഫിഗറേഷനായിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ള, ഇപ്പോൾ പോസിറ്റീവ് അയോൺ ഉണ്ടായി, നെഗറ്റീവ് അയോൺ ഉണ്ടായി. പോസിറ്റീവ് അയോൺ ഉണ്ടാകുന്ന ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തിയാണ്, നെഗറ്റീവ് അയോൺ ഉണ്ടാകുന്ന ഇലക്ട്രോണെ സ്വീകരിച്ചാണ് പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ് ഉണ്ടായി. അതോടുകൂടി പോസിറ്റീവ് അയോൺ ആവുന്നതോടുകൂടി ആ ആറ്റം പോസിറ്റീവ് അയോൺ ആവുന്നതോടുകൂടി അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോബിൾ കോൺഫിഗറേഷനായി, നിയോണിൻ്റെ കോൺഫിഗറേഷനായി. അതേപോലെ ഒരു ആറ്റം ഇലക്ട്രോണിനെ സ്വീകരിക്കുന്നതോടുകൂടി അത് നെഗറ്റീവ് അയോൺ ആവും. നെഗറ്റീവ് അയോൺ ആവുന്നതോടുകൂടി തന്നെ അത് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനായി, ആർഗണിൻ്റെ കോൺഫിഗറേഷനായി. ഇത്രയാണ് കൊസൽ അപ്രോച്ചിൽ പറഞ്ഞത്. അവസാന ഭാഗം പറഞ്ഞു ഇങ്ങനെ ഉണ്ടാവുന്ന നെഗറ്റീവും പോസിറ്റീവ് അയോൺസും ദാറ്റ് ആർ സ്റ്റെബിലൈസ്ഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇതാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുകളിൽ കൊടുത്ത ഇത്രയും കാര്യങ്ങളാണ് കൊസൽ അപ്രോച്ചിൽ വരുന്നത്. ഈ കൊസൽ അപ്രോച്ചിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ നമ്മൾ പറയുന്ന പേരാണ് ഈ കൊടുത്തിട്ടുള്ള അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. എന്താണ് അയോണിക് ബോണ്ട്? ദി ബോണ്ട് ഫോംഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺ. Na+ഉം Cl- ഉണ്ട്. അപ്പോൾ ഈ പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. അയോണിക് ബോണ്ടിങ്ങിൽ എപ്പോഴും ഒരു പോസിറ്റീവ് അയോൺ, ഒരു മെറ്റലും ഒരു നോൺ മെറ്റലുമാണ് ഉണ്ടാവുക. സോഡിയം ക്ലോറൈഡ് പറഞ്ഞു സോഡിയം മെറ്റലാണ്, ക്ലോറിൻ നോൺ മെറ്റലാണ്. അപ്പോൾ എപ്പോഴും പൊതുവെ അങ്ങനെയാണ് അയോണിക് കോമ്പൗണ്ട്സ് ഉണ്ടാവുക. മോസ്റ്റ് അയോണിക് കോമ്പൗണ്ട്സ് കണ്ടെയ്ൻ എ മെറ്റൽ ആൻഡ് നോൺ മെറ്റൽ. വെൻ മെറ്റൽ റിയാക്ട് ദ ലോസ് ഔട്ടർ ഷെൽ ഇലക്ട്രോൺ ടു ലീവ് എ ഫുൾ ഇലക്ട്രോൺ ഷെൽ.
എപ്പോഴും മെറ്റൽസ് ഇലക്ട്രോൺസ് ലോസ് ചെയ്യുമ്പോൾ ആ ഒരു ഷെല്ല് തന്നെ അങ്ങോട്ട് ആ ഇലക്ട്രോൺ പോകുന്നതോടുകൂടി ആ ഷെല്ല് തന്നെ അങ്ങോട്ട് പോകും. പിന്നെ ഇന്നർ ഷെല്ലിൽ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷനാണ് ഉണ്ടാവുക. നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് ദിസ് പ്രൊഡ്യൂസ് എ ചാർജ് ദ ആറ്റം അയോൺ വിത്ത് എ പോസിറ്റീവ് ചാർജ്. നമുക്ക് അവിടെ ന്യൂട്രൽ ആറ്റം ഉണ്ട്. ന്യൂട്രൽ ആറ്റം ഒരു ഇലക്ട്രോണിനെ ലോസ് ചെയ്യുന്നു, അതോടുകൂടി അത് പോസിറ്റീവ് അയോൺ ആയിട്ട് മാറുന്നു. വെൻ നോൺ മെറ്റൽസ് റിയാക്ട്സ് വിത്ത് മെറ്റൽസ് ദേ ഗെയിൻ ഇലക്ട്രോൺസ് ടു അച്ചീവ് എ ഫുൾ ഇലക്ട്രോൺ ഷെൽ. 8 ഇലക്ട്രോൺ ഉള്ള ഒരു ഷെല്ലായിട്ട് മാറാൻ വേണ്ടിയാണ് നോൺ മെറ്റൽ ഒരു ഇലക്ട്രോണിനെ ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്നത്. അപ്പോൾ ന്യൂട്രൽ ആറ്റം ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നു, എന്നിട്ട് നെഗറ്റീവ് അയോൺ ആയിട്ട് മാറുന്നു. നമുക്ക് ഫോർമേഷൻ ഓഫ് സോഡിയം അയോൺ നമ്മൾ ഒന്ന് പിക്ചറിൽ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഫോർമേഷൻ ഓഫ് സോഡിയം അയോൺ. നമുക്ക് സോഡിയത്തിൻ്റെ ഒരു ഇലക്ട്രോണിക് സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്. അവിടെ ആ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളതാണ് വാലൻസ് ഇലക്ട്രോൺ. 281 ആണ് കോൺഫിഗറേഷൻ. അതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുന്നതോടുകൂടി Na+ സോഡിയം അയോൺ ആയിട്ട് മാറും. അപ്പോൾ ഒരു ഷെല്ല് നിങ്ങൾ ശ്രദ്ധിക്കുക, ആ ഒരു ഷെല്ല് പുറത്ത് ആ ഷെല്ല് മൊത്തം എന്തായി, വേക്കൻ്റായി. അതോട് ഷെല്ല് നഷ്ടപ്പെട്ടു. ഇത് ഫോർമേഷൻ ഓഫ് ക്ലോറൈഡ് അയോൺ. നമ്മൾ ക്ലോറൈഡ് അയോൺ ഉണ്ടാകുന്ന സമയത്ത് നോക്കുക, ഇവിടെ 7 ഇലക്ട്രോണിൻ്റെ പുറത്തെ ഷെല്ലിൽ അതിലേക്ക് ഒരു ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്നതോടുകൂടി ആ ഷെല്ല് എന്തായി, കംപ്ലീറ്റ് ആയി. അല്ലെങ്കിൽ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ക്യൂബിൻ്റെ 8 കോർണറും ഫുള്ളായി എന്നുള്ള കണ്ടീഷനിലേക്ക് എത്തി. ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, പെട്ടെന്ന് ഒന്നുകൂടി മനസ്സിൽ ഉറപ്പ് വരുത്താൻ വേണ്ടി പറഞ്ഞു എന്നായിരുന്നു. ഫോർമേഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ്, ദി ഓവറാൾ പ്രോസസ്. നോക്കുക എങ്ങനെയാണ് ഈ ആ മൊത്തം ഇതുവരെ പറഞ്ഞ പ്രോസസ്സ്, ഓവറാൾ പ്രോസസ്സ്. സോഡിയം എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു ഇലക്ട്രോൺ ആരോ മാർക്ക് നോക്കുക, അതിൻ്റെ ഒരു ഇലക്ട്രോൺ ക്ലോറിന് കൊടുക്കുന്നു, ക്ലോറിൻ ആ ഇലക്ട്രോൺ സ്വീകരിക്കുന്നു, Na+ ആവുന്നു, Cl- ആവുന്നു. അത് രണ്ടും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴി അത് സ്റ്റെബിലൈസ് ചെയ്യുന്നു. ദറ്റ് ഈസ് കോൾഡ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദി ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ്. ദറ്റ് ഈസ് കോൾഡ് ദി അയോണിക് ബോണ്ട്. ഒരു അയോണിക് ബോണ്ടിൻ്റെ സ്ട്രക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എപ്പോഴും അയോണിക് കോമ്പൗണ്ട്സ് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ് ഉണ്ടാവുക. ഇതുപോലെ ഇവിടെ ഇതിൽ കൊടുത്തിട്ടുള്ളത് ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ള സോഡിയം അയോണാണ്, അത് ചെറുതായിരിക്കും. ക്ലോറൈഡ് അയോണാണ് ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ളത്, വലുത്. അങ്ങനെ ഇത്തരത്തിൽ സോഡിയം അയോൺസും ക്ലോറൈഡ് അയോൺസും ഒരു ക്ലോസ് പാക്കിംഗ് വരുമ്പോഴാണ് അത് ഒരു സ്ട്രക്ചറായിട്ട് ക്രിസ്റ്റലൈൻ സ്ട്രക്ചറായിട്ട് മാറും. ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ പോസിറ്റീവ് അയോൺസ് ഉണ്ട്, നെഗറ്റീവ് അയോൺസ് ഉണ്ട്. അത് തമ്മിലുള്ള ഒരു പ്രോപ്പർ അറേഞ്ച്മെൻ്റ് ആണ് ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷനിലൂടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിനെയാണ് അയോണിക് ബോണ്ട് എന്ന് പറയുന്നത്. കെമിക്കൽ ബോണ്ട്സ്, ലൂയിസ് സിംബൽസ് ആൻഡ് ദി ഓക്ടറ്റ് റൂൾ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ലൂയിസ് സിംബൽസ് വരക്കാൻ ചോദിക്കാറുണ്ട്. പൊതുവെ ആറ്റങ്ങളുടെ ചോദിക്കുന്നത് കുറവാണ്. പൊതുവെ കോമ്പൗണ്ട്സിൻ്റെ ആണ് ചോദിക്കാറുള്ളത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പ് ഇപ്പോൾ ഒരു ആറ്റങ്ങളുടേത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മോളിക്യൂളിൻ്റെ വരക്കാൻ അല്ലെങ്കിൽ കോമ്പൗണ്ട്സിൻ്റെ വരക്കാൻ സൗകര്യം. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ചാർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ലിഥിയം, ബെറിലിയം, ബോറോൺ 3 നമ്മൾ പറഞ്ഞതാണ്. ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ടുള്ളത് പറയാം. കാർബണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഹീലിയം കഴിഞ്ഞ് 4 ഇലക്ട്രോൺസ് ആണ്, 2s2 2p2 എന്നാണ്. അപ്പോൾ കാർബണിൻ്റെ പുറത്ത് എന്തുണ്ടാവും, 4 ഡോട്ടുകൾ ഉണ്ടാവും. നൈട്രജൻ ആകുമ്പോൾ പുറത്തെ ഷെല്ലിൽ 5 ഇലക്ട്രോണാണ്, 5 ഡോട്ട് ഉണ്ടാവും. ഓക്സിജൻ ആകുമ്പോൾ 6 ഡോട്ട് ഉണ്ടാവും. ഫ്ലൂറിൻ ആകുമ്പോൾ 7 ഡോട്ട് ഉണ്ടാവും. നിയോൺ ആകുമ്പോൾ ഇതിൻ്റെ പുറത്തെ ഷെല്ലിൽ 8 ഡോട്ടുകൾ ഉണ്ടാവും. നമുക്ക് നിയോൺ എന്ന് കഴിഞ്ഞാൽ സോഡിയം ആകുമ്പോൾ 1 ഡോട്ടേ ഉണ്ടാവുള്ളൂ. 1 ഇലക്ട്രോണാണ് വാലൻസ് ഷെല്ലിൽ വരുന്നത്. മാഗ്നീഷ്യം 2 ഡോട്ട്, അലൂമിനിയം 3, സിലിക്കൺ. അങ്ങനെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ലൂയിസ് സിംബൽസ് ഓഫ് ആറ്റംസ്. ഇലക്ട്രോണിക് തിയറി അല്ലെങ്കിൽ അതിനെ പറയുന്ന പേര് ഓക്ടറ്റ് റൂൾ. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, അഷ്ടക നിയമം എന്ന് പറയുന്നത്. ആറ്റംസ് ക്യാൻ കമ്പൈൻ ഐദർ ബൈ ട്രാൻസ്ഫർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഫ്രം one atom to another or by sharing of valence electron in order to get the octet in their valence shell. Octet rule പറയുന്നത് ഒരു ആറ്റം കമ്പൈൻ ചെയ്യുന്നത് എങ്ങനെയൊക്കെ കമ്പൈൻ ചെയ്യാം, ബൈ ട്രാൻസ്ഫർ ഓർ ബൈ ഷെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. എന്തിനാണ്? ടു അറ്റൈൻ 8 ഇലക്ട്രോൺസ് ഇൻ ദി വാലൻസ് ഷെൽ. വാലൻസ് ഷെല്ലിൽ ഓക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്യാൻ
അല്ലെങ്കിൽ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത് എന്നാണ് ഓക്ടറ്റ് തിയറി പറയുന്നത്. ആറ്റംസ് ക്യാൻ കമ്പൈൻ ഐദർ ബൈ ട്രാൻസ്ഫർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ഫ്രം വൺ ആറ്റം ടു അനദർ or by sharing of valence electron in order to get octet or 8 electrons in the valence